നിലമ്പൂരിൽ ഇങ്ങനെ ഓരോ ഉള്ളേരിയകളിലേക്ക് നിലമ്പൂർ മാറ്റപ്പെട്ടു എന്നുള്ളതാണ്. കാരണം അക്ഷരാർത്ഥത്തിൽ ഇടത് വലത് മുന്നണികൾ, അൻവർ ക്യാമ്പ് എല്ലാം അതിശക്തമായ പ്രചരണമാണ് ദിവസങ്ങൾ ബാക്കി നിൽക്കെ ഇവിടെ തുറന്നു വിട്ടിരിക്കുന്നത് എന്നുള്ളതാണ് അതിശക്തമായ സംഭവം. നമ്മുടെ പവിയേട്ടൻ എങ്ങനെയാണ്? നിലമ്പൂര് ഫുൾ കറക്കാണ് മീഡിയ ഗ്രൗണ്ട് ടീം അല്ലേ? എന്തായി? അതെ, ഈ നമുക്ക് എന്താണ്, എങ്ങനെയുണ്ട്? ഞാനിപ്പോ ഇങ്ങനെ പറഞ്ഞു വരികയായിരുന്നു. അതിശക്തമായ പോരാട്ടം, ഒരു യഥാർത്ഥ പോവാൻ ചേട്ടാ, നമുക്ക് പോവാം. ഒരു വലിയ നമ്മള് ശരിക്കും ഷൗക്കത്ത് തുടങ്ങിയ സ്ഥലത്തേക്കാണ് പോകുന്നത്. അതിനു മുമ്പ് ഞാനൊരു കാര്യം, ആര്യാട് മുഹമ്മദിന്റെ ഖബർ സ്ഥാനത്തിലേക്കാണ് നമ്മൾ പോകാൻ പോകുന്നത്. അപ്പൊ അതിലേക്ക് പവിയേട്ടനെ കൂടെ കിട്ടിയ നന്നായാലും ഈ മണ്ണിന്റെ ഊരും ചൂരും ഏറ്റുവാങ്ങിയ ഒരാൾ അത് ആര്യാടൻ മുഹമ്മദ് തന്നെ ആയിരുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലായി. ഞാൻ ഈ നിലമ്പൂരിന്റെ രാജകൊട്ടാരത്തു നിന്നാണല്ലോ തുടക്കമൊക്കെ. അപ്പൊ ഒന്ന് രാജവീതിയിലൂടെ നടക്കാമെന്ന് കരുതി വന്നതാണ്. പക്ഷേ ഞാൻ ചോദിക്കട്ടെ ഇപ്പോ ഇത്രയും 2-3 ദിവസമായിട്ട് ഇങ്ങനെ ഈ തെരഞ്ഞെടുപ്പിന് പല ആംഗിളുകളിലുള്ള ആളുകളെ കാണുന്നു, സാധാരണക്കാരെ കാണുന്നു, രാഷ്ട്രീയക്കാരെ കാണുന്നു. രാഷ്ട്രീയ ന്യൂസുകളൊക്കെ ഇങ്ങനെ സ്ഥിരം കൈകാര്യം ചെയ്യുന്ന ആളെന്നുള്ള നിലയ്ക്ക് പവിയേട്ടൻ്റെ ഒരു ചിന്താഗതി എന്താണ്? ടൈറ്റ് ഫൈറ്റ് ആണോ, അതെയോ ഷൗക്കത്ത് അങ്ങോട്ട് കയറാൻ പോവാണോ, അതെയോ സ്വരാജ് നിശബ്ദമായ ഒരു വിജയത്തിലേക്ക് പോവാണോ? എന്ത് തോന്നുന്നു പവിയേട്ട? അല്ല, ഞാൻ അത് നമ്മുടെ സ്റ്റുഡിയോയിൽ ഇരിക്കുമ്പോഴും ഞാൻ പലവട്ടം നിലമ്പൂരിനെ കുറിച്ചുള്ള മറ്റ് വാർത്തകൾ മനസ്സിലാക്കി ചെയ്തിട്ടുണ്ട്. പക്ഷെ നിലമ്പൂരിന്റെ മണ്ണിൽ കാലുകുത്തിയതിനു ശേഷമാണ് അതിന്റെ വ്യത്യാസം നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത്. ഇവിടെ മത്സരം ടൈറ്റ് തന്നെയാണ്. പക്ഷേ അത് ഏത് തരത്തിൽ അൻവർ ഇവിടെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് എന്നുള്ളതിൽ സംശയമില്ല. അപ്പം അൻവർ കുറച്ചു കാലമായിട്ടുള്ള സ്ഥാനാർത്ഥി പ്രഖ്യാപനം സമയത്ത് മുതൽ എൻ്റെ കയ്യിൽ പണമില്ല, അതില്ല, ഇതിൽ വളരെ മന്ദഗതിയിലായിരുന്നു. അതെ, തൊട്ടടുത്ത ദിവസങ്ങളിൽ അദ്ദേഹം വളരെ ശക്തമായി തിരിച്ചു വന്നു എന്നുള്ളൊരു സൂചനയാണ് നമുക്ക് ഇവിടുന്ന് ലഭിക്കുന്നത്. പ്രചരണത്തിലേക്ക് അൻവർ ടൈറ്റ് ഫൈറ്റ് കൊടുക്കുന്നു. പിന്നെ അപ്പൊ അൻവറിന്റെ വോട്ടുകളാണല്ലോ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നതിനനുസരിച്ച് ചാഞ്ചാട്ടം ഉണ്ടാകും. എങ്കിലും നമുക്ക് അറിയാൻ വേണ്ടി കഴിഞ്ഞത് ആര്യാടൻ ഷൗക്കത്തിന് തന്നെയാണ് ചെറിയൊരു മുൻതൂക്കം ഇപ്പോഴും ഉള്ളത്. അതിൽ സ്വരാജിനെ മണ്ഡലം സ്വീകരിച്ചു കഴിഞ്ഞു. പക്ഷേ ഈ നിലമ്പൂരുകാരൻ എന്നുള്ള രണ്ടുപേരുടെയും അവകാശവാദം, അത് നിലമ്പൂരുകാർ തന്നെ ആയിക്കോട്ടെ, നമുക്കത് സമ്മതിക്കാം. രണ്ടുപേരും ജനിച്ചതും ജീവിച്ചതും ഒക്കെ നിലമ്പൂരിലായിരിക്കും. പക്ഷെ അവിടെയും നമുക്ക് വ്യക്തമാക്കേണ്ടത് UDF വോട്ടുകൾ കുറച്ച് കൂടുതലുണ്ട് ഇവിടെ. UDF, അതായത് ആര്യാടൻ ലെഗസിയിൽ ഉറങ്ങിക്കിടക്കുന്ന ആ ഒരു വോട്ടുകളെല്ലാം തല പൊക്കി എണീറ്റ് വരും, ഒരു സംശയമില്ല അല്ലെ? പ്രത്യേകിച്ച് ഉപതെരഞ്ഞെടുപ്പായതുകൊണ്ട് ഈ കാലുവാരലൊക്കെ നടക്കുന്നത് എങ്ങനെയെന്ന് അറിയോ? അതൊരു പൊതു തെരഞ്ഞെടുപ്പിലാണ് കൂടുതലും. ഇപ്പോൾ ഈ മണ്ഡലം, തൊട്ടടുത്ത മണ്ഡലം എന്ത് നടക്കുന്നതെന്ന് ഈ മണ്ഡലക്കാർ ശ്രദ്ധിക്കുന്നില്ല. അവിടെ ചെറിയ കാലുവാരലൊക്കെ നടന്നാൽ നടന്നെന്ന് വരും. പക്ഷെ ഇതൊരു ഉപതെരഞ്ഞെടുപ്പിൽ അങ്ങനെ ഒരു ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം, ഈ ഉപതെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ ഒരു ഒത്തിണക്കം ഉണ്ടല്ലോ, അത് വളരെ ഭീകരതയാണ്. കാരണം അവര് പാലക്കാടാവട്ടെ ചേലക്കരയാവട്ടെ എവിടെയൊക്കെ തെരഞ്ഞെടുപ്പ് നടന്നുണ്ടോ മൊത്തത്തിലുള്ള ആളുകൾ വന്നിട്ട് ഒരൊറ്റ പാർട്ടിയായിട്ട്, ഘടകകക്ഷികളൊക്കെ ഒരൊറ്റ പാർട്ടി പോലെ, ഒരൊറ്റ ചങ്ങല പോലെ പ്രവർത്തിക്കുന്നത് നമ്മൾ ഈ തെരഞ്ഞെടുപ്പുകളിൽ കണ്ട്. അത് തീർച്ചയായും ഇവിടെയുണ്ട്. ഒരഭിപ്രായ വ്യത്യാസങ്ങളില്ല. ഏത് നേതാക്കളോട് ചോദിച്ചാലും ഒരേ സ്വരം തന്നെ. ഇനി എനിക്ക് തോന്നിയൊരു കാര്യം, ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ, ഷാഫി പറമ്പിൽ അവര് ഒരു മാറി സഞ്ചരിക്കുന്ന ഒരു രീതി, അനാവശ്യമായിട്ടുള്ള ഒരു ഔട്ട്സ്പോക്കൺ ആവുന്നുണ്ടോ രാഹുലൊക്കെ? സാധാരണ കോൺഗ്രസുകാരുടെ ഇടയിൽ തന്നെ ഒരു മുഷിപ്പ് അത് വന്നിട്ടുണ്ടോ എന്ന് എനിക്ക് തോന്നുന്നു. സാധാരണ കോൺഗ്രസ്സുകാരി തന്നെ അല്ലേ? അതൊരു വലിയ പോയിന്റ് ആണല്ലോ. അത് കോൺഗ്രസ്സുകാർ മറ്റു പാർട്ടിക്കാർക്ക് എന്നേ വന്നു കഴിഞ്ഞു, UDFന്റെ ഘടകങ്ങൾക്കും വന്നു കഴിഞ്ഞു. പക്ഷെ ഇവരുടെ അത് ഷാഫി പറമ്പിലിന്റെ കൂടെ രാഹുൽ മാങ്കൂട്ടവും കൂടിയിട്ട് കളിക്കുന്ന ഒരു രാഷ്ട്രീയം, അതൊരു നല്ല പ്രവണതയല്ല. വെറും കോളേജ് രാഷ്ട്രീയത്തിന് തുല്യമാകുന്നു. പറഞ്ഞു തന്നെ സോഷ്യൽ മീഡിയ രാഷ്ട്രീയവും യഥാർത്ഥ രാഷ്ട്രീയവും തമ്മിൽ അജഗജാന്തരം വ്യത്യാസമുണ്ട്. അതൊക്കെ ഈ കോളേജിൽ പ്രയോഗിക്കുന്നത് പോലെ ഒരു ഉപതെരഞ്ഞെടുപ്പിലേക്ക് പ്രയോഗിക്കുക എന്ന് വെച്ചാൽ, നമുക്കറിയാം കഴിഞ്ഞ നീലപ്പെട്ടിക്ക് കിട്ടിയത്ര ഒരു വലിയ വാർത്താ പ്രാധാന്യമൊന്നും ഈ പെട്ടിക്ക് കിട്ടിയിട്ടില്ല. പെട്ടിയുടെ കളർ എന്തായിരുന്നു? കറുപ്പാണ്. അത് പെട്ടിയുടെ കളറല്ല, അതിന്റെ ഉള്ളിലെ കാര്യങ്ങൾ ചിലപ്പോൾ അതും പറഞ്ഞു കളയും. അതെ. അവർ ഈ കോൺഗ്രസ് രാഷ്ട്രീയത്തിനകത്ത് അവരുണ്ടാക്കുന്ന ഒരു മുഷിപ്പ്, അത് മറ്റു ഭാഗങ്ങളിലേക്കും ബാധിക്കുന്നതിന് മുൻപ് ഈ തെരഞ്ഞെടുപ്പ് ഒന്ന് കഴിഞ്ഞു കിട്ടിയാൽ ഭാഗ്യം, അത്രേ പറയാനുള്ളൂ. രാഹുലിന്റെ ഒക്കെ ഒരു ബോഡി ലാംഗ്വേജ് രാഹുലൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ കൊള്ളാം. കാരണം UDF മറ്റു കല്ലുകടികളൊന്നുമില്ല. ഈ സാധാരണക്കാരെ കൊണ്ട്, പ്രവർത്തകരെ കൊണ്ടൊക്കെ മടിപ്പുളവാക്കുന്ന രീതിയിൽ ഈ രാഹുലിന്റെ ഒക്കെ ഒരു ബോഡി ലാംഗ്വേജ് തന്നെ കൺസീവ് ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് ഒരു വലിയ കാര്യമാണ്.
അപ്പോ ഏതായാലും ഞാനൊരു കാര്യം പറയാം, ഈ നമ്മൾ ഇത്രയും നല്ലൊരു ഒരു നാട്ടിൽ വന്ന് ഇത്രയും വലിയൊരു തെരഞ്ഞെടുപ്പിനെ നോക്കി കണ്ട് ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ നമ്മൾ ഈ തെരഞ്ഞെടുപ്പിനെ ഒതുക്കണ്ട, അതായിരിക്കും നല്ലത്. അപ്പം നമുക്ക് ഇങ്ങനെ കൺക്ലൂഡ് ചെയ്യാം അല്ലേ പവിയേട്ട? അതായത് ക്ലോസ് മാർജിനിൽ ആര്യാടൻ ഒരു വിജയം നമ്മൾ കാണുന്നു. സ്വരാജ് കൊണ്ടുവന്നിരിക്കുന്നത് ശക്തമായ മുന്നണി സംവിധാനങ്ങൾ ഒത്തിണക്കപ്പെട്ടിരിക്കുന്നു. LDF ക്യാമ്പിൽ ശക്തമായ പോരാട്ടമാണ്, ഒരു സംശയമില്ല. ആര്യാടൻ്റെ ഉറങ്ങിക്കിടക്കുന്ന ഇങ്ങനെ സൈലൻ്റായി പോയ വോട്ടുകളെല്ലാം തന്നെ ഇത്തവണ ക്രോഡീകരിച്ച് ഒത്തിണക്കിയെടുക്കാൻ UDF ക്യാമ്പിന് സാധിക്കുന്നു. ഒരു 5000-ൽ താഴെ, ഒരു പക്ഷേ 2000-നും 5000-നും ഇടയിലുള്ള ഒരു മാർജിനിൽ ഒരു പക്ഷേ വിജയിക്കാമെന്ന് നിലമ്പൂരിലെ ജനങ്ങൾ പറയുന്നു. മീഡിയ ഗ്രാമം ഒരു സ്റ്റേറ്റ്മെൻറ്റായി ഇത് പറയുന്നില്ല, അങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റായിട്ട് നമ്മൾ എവിടെയും വെച്ചിട്ടുമില്ല. നമ്മുടെ ഒരു വെർഡിക്റ്റും പ്രഡിക്ഷനും അല്ല ഇത്. നിലമ്പൂരിലെ ജനങ്ങൾ പറയുന്നത് നിങ്ങൾ കഴിഞ്ഞ 2 ദിവസത്തെ മീഡിയ ഗ്രാമത്തിൻ്റെ വോക്സ് പോപ്പുലിയുടെ ഒരു സമ്മറി ആണ് ഞങ്ങളിപ്പോൾ നിങ്ങളോട് പറഞ്ഞിരിക്കുന്നത്.